ഇന്നലെ RSS പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ച പാലക്കാട്ട് ഇന്ന് വീണ്ടും അക്രമം. 5 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. കഞ്ചിക്കോട്ട് ഫയർഫോഴ്സിന്റെ വാഹനം BJP പ്രവർത്തകർ തകർത്തു. RSS പ്രവർത്തകന്റെ വിലാപയാത്രയ്ക്കിടെയും അക്രമമുണ്ടായി. ഇന്നലെ കൊല്ലപ്പെട്ട RSS പ്രവർത്തകന്റെ മൃതദേഹവുമായി കഞ്ചിക്കോട് നിന്ന് ആരംഭിച്ച വിലാപയാത്ര കടന്നുപോയ വഴികളിലെല്ലാം വ്യാപക അക്രമമാണ് സംഘപരിവാർ പ്രവർത്തകർ നടത്തിയത്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം നടന്നു. കഞ്ചിക്കോട്ടെ ഒരു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്രവാഹനങ്ങളും ഒരു ഓട്ടോയും തകർത്തു. CPMന്റെ നിരവധി പാർട്ടി ഓഫീസുകൾക്കു നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തെ തുടർന്നുണ്ടായ തീയണയ്ക്കാനെത്തിയ ഫയർഫോഴ്സിന്റെ വാഹനം തകർത്തു. ഫയർഫോഴ്സിലെ 3 ജീവനക്കാർക്ക് പരിക്കേറ്റു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. കഞ്ചിക്കോട് മുതൽ കൽമണ്ഡപം വരെയുള്ള സ്ഥലങ്ങൾ 2 മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ കലാപമേഖലയായി മാറി. അക്രമ സാധ്യതയുണ്ടായിരുന്നിട്ടും വേണ്ടത്ര പോലീസിനെ പലയിടത്തും വിന്യസിച്ചിരുന്നില്ല. BJP നേതാവ് കൃഷ്ണദാസിനെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ച് സംഘപരിവാർ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരവും നടത്തി. SP ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത്. ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഒരു പ്രകോപനവുമില്ലാതെ വിലാപയാത്രയ്ക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നുവെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്